ഇന്നത്തെ ചോദ്യം ഇഫ് ആൽഫ lies between minus pi by 2 and pi by 2 is the solution of 4 cos theta plus find sin theta is equal to 1, then the value of tan alpha. അപ്പോൾ ടാൻ ആൽഫയുടെ വാല്യൂണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് 4 കോസ് ആൽഫ കോസ് തീറ്റ പ്ലസ് 5 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്താണ്? ആൽഫ. അപ്പോൾ ആൽഫ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്? കോസ് തീറ്റയിലും സൈൻ തീറ്റയിലും. അപ്പം നമുക്ക് ഈ എല്ലാ ഇക്വേഷൻ എല്ലാ സ്റ്റേറ്റ് ടൈമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 4 പ്ലസ് 5 സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എത്രയാണ്? 5 ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ എന്താണ്? സി സ്ക്വയർ തീറ്റ. ക്ലിയർ? അപ്പോൾ നമുക്കിതിനെ സീക് സ്ക്വയർ അല്ല, സീക് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്താണ്? സീക് തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പം സ്ക്വയറിങ്. അപ്പോൾ എത്ര കിട്ടി? 4 സ്ക്വയർ എത്രയാണ്? 16. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 5. 20 പ്ലസ് 2 എത്രയാണ്? 40 ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ. ക്ലിയർ? ഇനി നമുക്ക് സി സ്ക്വയർ തീറ്റയും ടാനിലോട്ട് മാറ്റണമല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാം? 25 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 40 ടാൻ തീറ്റ പ്ലസ് 16 ഈസ് ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ ടാൻ സ്ക്വയർ തീറ്റ ഇപ്പുറത്ത് വരുമ്പോൾ 25 ടാൻ സ്ക്വയർ തീറ്റ ഈ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താവും? 24 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 40 ടാൻ തീറ്റ പ്ലസ് 1 ഇപ്പുറം വരുമ്പോൾ -1 ആകുമ്പോൾ അപ്പോൾ എത്ര കിട്ടി? പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. എന്തിൽ? ടാൻ തീറ്റയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടില്ലേ? നമുക്ക് ടാൻ തീറ്റ എക്സാക്ട് കണ്ടുകിട്ടാൽ എക്സ്ക്വയറിൻ്റെ കൊഫിഷ്യൻ്റ് എ എന്ന് പറയുന്നത് 24 ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കൊഫിഷ്യൻ്റ് 40 ആണ്. സി എന്ന് പറയുന്നത് 15 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കിനി എന്താണ് ഫോർമുല? എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു -40 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എത്രയാണ്? 40. അപ്പോൾ 1600 മൈനസ് 4ac 4 ഗുണം 24 ഗുണം സി എത്രയാണ്? 4 ഇൻറ്റു ബി എ എത്രയാണ്? 24 ഇൻറ്റു സി എത്രയാണ്? 15 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എത്രയാണ്? 2 ഇൻറ്റു 20. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് -40 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1600 മൈനസ് 15 4 60 64 24 1440 ഹോൾ ഡിവൈഡഡ് ബൈ 48. ദെൻ -40 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 160 നിന്ന് 140 കുറയ്ക്കുമ്പോൾ 160 കിട്ടും ഡിവൈഡഡ് ബൈ 48. അപ്പോൾ നമുക്കിനി പിന്നെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ -40 നമുക്ക് എങ്ങനെ എഴുതാം? -10 ഇൻറ്റു ഓക്കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് 60 എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 48നെയോ 12 4 42 4 ഇൻറ്റു 10. അപ്പം എല്ലാ 4ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി എന്ത് കിട്ടും? -10 പ്ലസ് ഓർ മൈനസ് ഇത് 16 പുറത്ത് വന്നപ്പോൾ 4ആയി ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുകൊണ്ട്? റൂട്ട് 10 ഡിവൈഡഡ് ബൈ താഴത്തെ 4 പോയി ബാക്കി. അപ്പം നമുക്കെന്താണ്? -10 മൈനസ് റൂട്ട് 10 by 12, -10 plus root 10
ഡിവൈഡഡ് ബൈ 12. ആൽഫയുടെ വാല്യൂ എവിടെ കിടക്കുന്ന മൈനസ്, അപ്പം ഇത് വാല്യൂ റിജക്റ്റഡ് ആണ്. അപ്പം ടാൻ ആൽഫ എത്ര കിട്ടി? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു -10 പ്ലസ് √10 ഡിവൈഡഡ് ബൈ 12 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.